മാമിനെ പറ്റി പറയുമ്പോൾ എല്ലാ ആളുകളും എടുത്തു പറയുന്ന സിനിമയാണല്ലോ അവളുടെ രാവുകൾ. അപ്പൊ കമൽ സാറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതിനകത്ത് കമൽ സാറും ഐ.വി. ഒരു ചെറിയ ചോദിച്ചു വാങ്ങിച്ചാണ്. എനിക്കൊരു എന്തെങ്കിലും ഒന്നും നടക്കട്ടെ, ഞാൻ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നടന്നതാണ്, അത്രേ ഉള്ളൂ. പുള്ളി ചോദിച്ചു വാങ്ങിച്ചാണ്. എനിക്കറിയില്ലായിരുന്നില്ല. ഇത് പുള്ളി അത് നിങ്ങൾ ജനിച്ചേ കാണില്ല, എന്നിട്ടല്ലേ ബാക്കി പറയാ. ഞാൻ വിചാരിച്ചിരുന്നത് പാരലിലൊക്കെ കുറെ പടം ഷൂട്ട് ചെയ്യായിരുന്നല്ലോ ഐ.വി. സാർ. ഒരേ സിനിമ 2-3 സിനിമകളൊക്കെ ഒരുമിച്ച് ചെയ്ത സമയമുണ്ടല്ലോ. അങ്ങനെ കമൽ സാറിന്റെ കൂടെ പടം ചെയ്തല്ല, ഞങ്ങളെ അനുമോദനം എന്ന് പറഞ്ഞ പടം എന്തോ ചെയ്തോണ്ടിരുന്നു. അപ്പോഴാണ് ഈ പടത്തിന് ഗ്യാപ്പിൽ ഈ അവളുടെ രാവുകൾ കാലിക്കറ്റിൽ ചെയ്തു. അപ്പം കയറി വന്നപ്പോൾ എനിക്ക് ശശി ഒരു ഷോട്ട് എന്തോ അങ്ങനെ ചെയ്താണ് ആ പടം പുള്ളിക്കാരൻ. മാം, ഈ അംഗീകാരം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ മാം, അതിനെനിക്കൊരു ഡെഫിനേഷൻ പോലെ തോന്നിയിട്ടുണ്ട് മാമിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതായത് അവളുടെ രാവുകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഐ.വി. സാറിനോട് ആളുകൾ ചോദിക്കുന്നു. എത്ര വയസ്സായി? ഞാനിത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. 28 വയസ്സ്. പടം ഇറങ്ങി 47 കൊല്ലമായി. ഞാൻ ആ പടം തേടിപ്പോ ഒരു കാരണം അത് ഞാൻ പറഞ്ഞുതരാം. ആ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഐ.വി. സാറിനോട് ആളുകൾ പറഞ്ഞിരുന്നു അത്ര, ഒരു ഡാൻസർ വെച്ചിട്ട് നിങ്ങൾ എന്തിനാ ഷൂട്ട് ചെയ്യണേ എന്നുള്ളത്. കുറെ കാലം കഴിഞ്ഞിട്ട് ഈ എം.ടി. സാറിനെ മാം കാണാൻ പോയപ്പോൾ എം.ടി. സാർ മാമിനോട് പറയാണ്, നിന്നെ പോലത്തെ ആളുകൾ അഭിനയിക്കാത്തത് കൊണ്ടാണ് ഞാനിപ്പോ സ്ക്രിപ്റ്റ്. അതല്ലേ വലിയൊരു അംഗീകാരമല്ല, ഭയങ്കര ഇത് എന്തൊക്കെയോ ഇപ്പൊ പറയുന്നില്ലേ, ഞാൻ വീടും കോന വീടെന്നൊക്കെ. ഇതെനിക്ക് കിട്ടിയിരിക്കുകയാണ് പുള്ളിന്റെ അടുത്തുനിന്ന്. അതാണ് മാം ഒരു ഗ്രോത്തിനൊരു ഭയങ്കര ഇതല്ലേ, ഭയങ്കര സാഷ്ടാംഗമായിട്ട് കാലിൽ വീണ് അങ്ങ് നമസ്കരിച്ച്, എനിക്ക് ഇനി ഒരു അവാർഡും വേണ്ട സർ ചേട്ടാന്ന് പറഞ്ഞ്. ഞാൻ ഈ പടം തേടിപ്പോയ കഥ ഞാൻ പറഞ്ഞുതരാം മാം. ഞാൻ എപ്പോഴും ഏത് പടം? അവളുടെ രാവുകൾ. ഈ നാടോടിക്കാറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും അവളുടെ രാവുകൾ 17 വട്ടം കണ്ടു എന്ന് പറയുന്ന സമയത്ത് ആളുകൾ ചിരിക്കും, അതൊരു കോമഡി സീനാണല്ലോ. അപ്പം എന്താണ് ഈ അവളുടെ രാവുകളിൽ ഇത്ര കാര്യം ഇരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഈ കോവിഡിന്റെ സമയത്ത് ഞാൻ സത്യം പറഞ്ഞ അവളുടെ രാവുകൾ കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ശ്രീനിവാസൻ പറയുന്ന സാർ പറയുന്ന സീനിൽ ചിരി തോന്നിയിട്ടില്ല. കാരണം ആ പടം അങ്ങനെ ചിരിക്കേണ്ട ഒരു പടമായിരുന്നില്ല, അതൊരു ഐക്കോണിക് പടമാണ്. അല്ല, ചിരിച്ചത് അതിനല്ല, നിങ്ങൾ പടം കണ്ട തെറ്റായിപ്പോയി. നാടോടി കാറ്റില് ചിരിച്ചത് എന്താന്ന് വെച്ചാൽ 17 തവണ കണ്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ വെക്കും പുള്ളി. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കും ആ കൈയിനെ, അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് ആ ഒരു ചിരിയാണ്, അല്ലാതെ പടത്തിനെ കുറിച്ചുള്ള ചിരിയല്ല അത്. തെറ്റായിട്ട് ഇനി ഒരു പ്രാവശ്യം പോയി നാടോടി കാറ്റ് കണ്ടിട്ട് എന്നിട്ട് വേണം ചോദിക്കാനും. ഓക്കെ, അടി വാങ്ങിക്കും. ആൻഡ് ആ പടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പടത്തിന് മലയാളത്തിൽ ആദ്യമായിട്ട് രണ്ടാമത്തെ തവണ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സിനിമയാണ്. പക്ഷെ ആ സിനിമയിൽ ഒരു കിസ്സിങ് സീനില്ല, ഒരു ഹഗ്ഗില്ല, ഒരു മോശമായിട്ടുള്ള രംഗവും ഇല്ല. എന്നിട്ടും ആ പടത്തിന് അന്ന് ആളുകൾ മനസ്സിലാക്കിയില്ല എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ആര് പറഞ്ഞു മനസ്സിലാക്കിയില്ല? സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തതേ. അതിന് ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ, അത് അപ്പോഴത്തെ സിറ്റുവേഷൻ അതായിരുന്നു. ഇന്നങ്ങനെയല്ലല്ലോ. ഇന്നപ്പോൾ ആളുകൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഉറപ്പായിട്ടാണ് പറയുന്നത്. നല്ലൊരു മെസ്സേജ് ആയിരുന്നു അപ്പോൾ. അതെ അതെ, നല്ല മെസ്സേജാണ്. ഇപ്പോഴും എല്ലാവരും ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ അവളുടെ രാവുകളിലെ രാജിയെ പറയുള്ളൂ. ഇപ്പോഴും ഡയറക്ടറും അത് തന്നെയല്ലേ? ഫോണിൽ വിളിക്കുമ്പോൾ അതും കേട്ടാ പണ്ടാണ്. ശരി, ഓക്കെ. സീമ ചേച്ചിനെ വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്ന പാട്ട് അതെ. അല്ല, ഈ ഇത്രയും കൊല്ലമായിട്ട് ആ പാട്ട് മറന്നില്ലല്ലോ ആരും മറക്കില്ല. അപ്പം രാജ്യ മലയാളിക്ക് മറക്കാൻ പറ്റില്ല. ഈ കബീർ പൊന്നമ്മ അതിനകത്ത് പറയുന്ന ഒരു ഡയലോഗുണ്ട്, രാജിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഞാൻ ചിലപ്പോൾ ആയിപ്പോയിരുന്നു. അപ്പൊ ആ പടം ആ സമയത്ത് ആളുകൾ എന്താ പറയാ സെലിബ്രേറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ ആളുകൾ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ E.V. ശ്രീധരൻ എന്നുള്ളൊരു വിമർശകൻ ആ സമയത്ത് അവളുടെ രാവുകളെ പറ്റിയിട്ട് രൂക്ഷമായിട്ട് വിമർശിച്ചെഴുതിയിട്ടുണ്ടായിരുന്നു റിലീസായ സമയത്ത്. അദ്ദേഹമാണ് അവളുടെ രാവുകൾ പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചല്ലോ മാം. ആണോ? പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ അവതാരിക എഴുതിയിട്ടുള്ളത് അന്ന് വിമർശിച്ചെഴുതിയ E.V. ശ്രീധരനാ. അതിന്റെ ഹെഡിങ് ഖേദപൂർവം എന്നാണ്, അന്ന് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നാണ്. ഗുഡ്, താങ്ക് യു സർ. ഓക്കെ, അടുത്തതായിട്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മുടെ ഏറ്റവും അധികം ഐക്കോണിക് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അധികം ഓർത്തിരിക്കുന്ന ഒന്നാണ് ആൾക്കൂട്ടത്തിൽ തന്നെയല്ല അമ്മുക്കുട്ടി. ഈ അമ്മുക്കുട്ടി ഒരുപാട് സ്ഥലത്ത്
കരയുന്നുണ്ടല്ലോ, ഏതെങ്കിലും സ്ഥലത്ത് സീമ എന്നുള്ള പെർഫോമർ ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ഗ്ലിസറിൻ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് ശശിയേട്ടൻ്റെ ഒരു ഇത്. ശശിയേട്ടന് അങ്ങനെ ഒരു ഇതുണ്ട്. ഗ്ലിസറിൻ ഒഴിച്ചാൽ അതെല്ലാം ഇവിടെയൊക്കെ ഒഴുകും, ഇവിടെ നീ എന്തോ പുഴ വെച്ചിരിക്കുന്നു എന്നൊക്കെ ചോദിക്കും. നീ നാച്ചുറലായിട്ട് കരയണം. ഞാൻ പറഞ്ഞു കരച്ചിൽ വരണ്ടേ ശശിയേട്ടാന്ന് ചോദിക്കും ഞാൻ. അല്ല, നീ കരയണം. ഈ പണിയിലും കൂടി ഞാൻ അങ്ങനെ ഒന്നും ഗ്ലിസറിനൊന്നും ഇട്ടിട്ടില്ല. ചിലപ്പം ഗ്ലിറ്റർ വരുമ്പോൾ അത് ഞാൻ ഇതാക്കും. ആ സിനിമയിൽ തന്നെ കണക്ക് തീർക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാശിന്റെ കെട്ടെടുത്തിട്ട് ഇങ്ങനെ എറിയുന്നൊരു സീനുണ്ട്. അതെ, ആൾക്കൂട്ടത്തിൽ. അതെ. അത് കഴിഞ്ഞിട്ടൊരു കരച്ചിലുണ്ട്. എനിക്കത് മനസ്സിലായി. ഞാൻ അങ്ങനെ കരയുന്ന ആളുകളെ കണ്ടിട്ടുള്ളത് ഇങ്ങനെ വിങ്ങി 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 കരയുക. അതിങ്ങനെ അങ്ങനെ ആവൂലോ, ഗദ്ഗതം പോലെ. ആ കരച്ചിലൊക്കെ ആ സമയത്ത് അങ്ങനെ വരുന്നതാ? അത് ശശിയേട്ടൻ എൻ്റെ അടുത്തുനിന്ന് വരുത്തിക്കുന്നതാണ്, അല്ലാതെ ഇത് ഞാനായിട്ടൊന്നും ചെയ്യുന്നല്ല. എനിക്ക് അത് എൻ്റെ ഗോസ് ടു താങ്ക്സ് ശശിയേട്ടൻ. പണിയുടെ അകത്തെ അഭിനയ എന്നുള്ളൊരു കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. അവർ കുറച്ച് സ്പെഷ്യലി ഏബിൾഡ് ആണ്, അവർക്ക് സംസാരിക്കാൻ കേൾക്കാനും സാധിക്കില്ല. പക്ഷേ ആ കുട്ടീനെ പോലെ ഒരു ക്ലവർ ഞാൻ കണ്ടിട്ടില്ല. ദൈവം എന്തെങ്കിലും ഒന്ന് കൊടുത്തില്ലെങ്കിലും ഇനി ഒന്ന് കൊടുക്കും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഒരു കഴിവാണത്. ഇങ്ങനെ ഈ മൈൻഡിൽ എങ്ങനെയാണ് കയറ്റുന്നതെന്ന് അറിയുന്നില്ല. അതായത് ക്യാമറേൻ്റെ അടുത്ത് അസോസിയേറ്റ് ആരെങ്കിലും നിന്നാൽ നമ്മൾ പറയുന്ന ഡയലോഗിന് അടുത്ത് പുള്ളി ഇങ്ങനെയാക്കി ആ ഡയലോഗ് പറയും. എനിക്ക് അത് ഭയങ്കര ഒരു കുട്ടിയുടെ കഴിവാണത്. ഞാനിത് ഇങ്ങനെ കണ്ടിട്ടില്ല. ഇത് ബ്യൂട്ടിഫുള്ളാണത്. എനിക്ക് മനസ്സിലായില്ല എനിക്ക് എങ്ങനെയാണെന്ന്. പുള്ളി എല്ലാം ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. നോക്കി നോക്കി പറഞ്ഞിട്ട് വായ നോക്കി പറഞ്ഞിട്ട് എഴുതുകയാണ്. അപ്പം ഇവർ എഴുതി തരും, അസോസിയേറ്റ് എഴുതി കൊടുക്കും ഇംഗ്ലീഷിൽ. ഇത് വായിച്ചിട്ടാണ് കുട്ടി പറയുന്നത്. അപ്പം ഞാൻ അവരുടെ അമ്മയുടെ അടുത്ത് ചോദിച്ചു. ആ അമ്മ ഇപ്പം മരിച്ചു എന്ന്, പാവം. ആ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഇംഗ്ലീഷ് മാത്രം, പക്ഷെ ആക്ച്വലി തമിഴാണ് ആ കുട്ടി. സെറ്റിൽ ഡൗൺ ഹൈദരാബാദ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് തമിഴ് പഠിപ്പിച്ചില്ല എന്ന് ചോദിച്ചു ഞാൻ ഈ കുട്ടിക്ക്. അല്ല മാഡം, അത് ഒരുപാട് ഭാഷകൾ പഠിച്ചാൽ കൺഫ്യൂഷനായി പോവും, അപ്പോൾ ഒറ്റ ഇതിൽ വേണം ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞവർ. പക്ഷെ അതൊക്കെ ഒരു ഭയങ്കര കഴിവാണത്. ഞാൻ ഇങ്ങനെ നോക്കുക കുട്ടീൻ്റെ തന്നെ. ഞാൻ പിന്നെ സെറ്റിൽ പോയാൽ വെളിയിൽ അങ്ങനെ ഇരിക്കില്ല, സെറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും, അവിടെ തന്നെ ഇരിക്കും. അത് ജോജി സാറിൻ്റെ ചോദിച്ചറിയാം. ഈ കുട്ടി എങ്ങനെ അത് എടുക്കുന്നു, എങ്ങനെ പഠിക്കുന്നു, അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ. കഴിവാണ് ആ കുട്ടി. ഹാറ്റ്സ് ഓഫ്. എന്തെങ്കിലും നന്നായി അഭിനയിച്ചിട്ടുണ്ട് അതിൽ. സിനിമയുടെ ശേഷം, ഷോട്ടിന് മുമ്പ് ശേഷമൊക്കെ അഭിനയോട് സംസാരിക്കാനൊക്കെ നോക്കിയിരുന്നോ മാം? എൻ്റെ അടുത്തല്ലേ വന്നിരിക്കുന്നേ. എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ജോജി സാറിൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങളുടെ അമ്മയല്ല, എൻ്റെ അമ്മയാണിത്. ദ കളർ ഓൾ മൈൻ, നോട്ട് യു എന്നൊക്കെ പറയും. ചുറ്റുമുള്ള ആളുകളുടെ അടുത്ത് ലൊക്കേഷനിൽ പോകുമ്പോൾ മാം ഒരു ബോണ്ട് ഉണ്ടാക്കുമല്ലോ, അവരുടെ ഒരാളാണ് ഞാൻ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കുമല്ലോ. അത് ശരിക്കും ഷൂട്ടിംഗ് പ്ലേസ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ എല്ലാവർക്കും ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് എന്താ അത് ചെയ്യുന്നത്? എപ്പോഴും ഇത് ആളുകൾ അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾ വന്നപ്പോൾ ഞാൻ എവിടെയായിരുന്നേ? ഇവിടെ ഇരുന്നു. എന്തിനാ ഇവിടെ ഇരുന്നേ? നിങ്ങൾ വന്ന് കാത്തിരുന്ന് നിങ്ങളെ കാപ്പിച്ചിട്ട് ഞാൻ വന്ന് പതുക്കെ വന്ന്, ഇതല്ലല്ലോ അതിൻ്റെ ഇതൊരു എക്സാമ്പിൾ അല്ലേ? നമ്മളെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ദാറ്റ്സ് ഓൾ. നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പം അവരുടെ കൂടെ അവർ ബ്ലിങ്ക് ചെയ്ത് അവിടെ ഇരുന്നാലേ ഒരു യൂണിവേഴ്സിറ്റി പോലെ ഒരു ഫാമിലി ആയിട്ട് തോന്നിക്കുള്ളൂ. അല്ലാതെ ഞാൻ പോയി എനിക്ക് ഒന്നാമത്തെ കാരവൻ ഇഷ്ടമല്ല. കാരവനിൽ പോയി ഇരുന്നിട്ട് ഞാൻ ഒന്നും ഇതാക്കില്ല. അവരടുത്തേ പറയൂ, ഞാൻ കാരവൻ വേണ്ട, എനിക്ക് ഇതെങ്കിലും റൂം താന്നേ പറയുള്ളൂ ഞാൻ. അത് നമ്മളുടെ എൻ്റെ സ്കൂൾ അതായിരുന്നു. ഇപ്പം ഈ പറയുന്ന ആൾക്കൂട്ടത്തിൽ തനിയനൊക്കെ മമ്മൂക്ക ഞാനൊക്കെ ഒരു കട്ടിലിങ്ങ് കിടക്കും. അന്നൊന്നും കാരവനൊന്നുമില്ല. എല്ലാ ആർട്ടിസ്റ്റും ഒരു റൂമിലായിരുന്നു. ഇപ്പോൾ മധുരാത്രി എന്ന് പറഞ്ഞ പടത്തിൽ 9 ആർട്ടിസ്റ്റാണ് ഒരു റൂമിലിരുന്നത്. മമ്മൂക്ക, ലാലു അലക്സ്, ക്യാപ്റ്റൻ രാജു, മണിയമ്പിള്ള രാജു, രവീന്ദ്രൻ, കുഞ്ചേട്ടൻ, ശങ്കർ, ഇനി ഒരാളും കൂടി ഓർക്കുന്നില്ല ഞാൻ. അങ്ങനെ 9 പേര് ഒരു റൂമിലാണ് കിടക്കുന്നത്. അവരവർക്ക് എല്ലാവർക്കും റൂമുണ്ട് താനും, പക്ഷേ കിടക്കുന്നത് ഒറ്റ റൂമിലാണ് കിടക്കുന്നത് എല്ലാവരും. അങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല. മിസ് ചെയ്യുന്നുണ്ടോ? അത് അവരോട് ചോദിക്കണം. എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം, ഞാൻ അങ്ങനെ തന്നെ ഇരിക്കും. ഞാൻ ഇങ്ങനെ തന്നെയല്ലേ ഇരിക്കുന്നേ. കാലം മിസ് ചെയ്യുന്നുണ്ട്. എന്തിനാ? ഞാൻ പോയാലല്ലേ മിസ് ചെയ്യാൻ. അഭിനയിക്കുന്നില്ലല്ലോ ഞാൻ. വല്ലപ്പോഴും പോവും.
ഇതാ ജോയ് സാറിൻ്റെ ചോദിച്ചാൽ അറിയാം, അവിടെ സെറ്റില്ല, അവിടെ എങ്ങനെ ഇരിക്കും ഞാൻ, അത്രേ ഉള്ളൂ. ഈ തഗ് ലൈഫ് എവിടുന്നാ വരുന്നത്? ഇങ്ങനെ കുറുക്ക് കൊള്ളുന്ന മറുപടി വരുന്നില്ലേ? ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അത് നേരെ റിവേഴ്സ്, അതെങ്ങനെ സാധിക്കുന്നു? അത് നിങ്ങൾ ചോദിക്കുന്ന രീതിയിൽ ഞാൻ പറയുന്ന അത്രേ ഉള്ളൂ, അത് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മാമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഐ.വി. ശശി സാർ. 17 ശേഷം അദ്ദേഹം നമ്മളൊപ്പം ഇല്ല. അത് നമുക്ക് വല്ലാത്ത മിസ്സിങ് ഉണ്ട്. കാരണം ആൾക്കൂട്ട സിനിമകൾ, വലിയ സിനിമകൾ, മലയാളത്തിൻ്റെ ചരിത്രം തിരുത്തിക്കുറിച്ച് പോലത്തെ സിനിമകൾ അത് നമുക്ക് കിട്ടുന്നില്ല. സീമ എന്നുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ ഒരു നഷ്ടത്തിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് അദ്ദേഹത്തിന് നഷ്ടമായില്ലല്ലോ, അങ്ങനെ ഉണ്ടല്ലോ കൂടെ, പിന്നെ എന്തിനാ നഷ്ടമാവുന്നത്? എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ വിചാരിച്ചാൽ പോരെ. എവിടെയോ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്, ദുബായ്, എപ്പോൾ നോക്കിയാലും ദുബായും അവിടെ ഇവിടെയൊക്കെ പോകും. ഷൂട്ടിങ്ങിന് 10-30 ദിവസമൊക്കെ പോയിരിക്കും. അതുപോലെ ഒരു ഫീലിംഗ് അത്രയേ ഉള്ളൂ.